സുഹൃത്തുക്കളെ, പിന്നെ ഈ വീഡിയോ മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. പൊതുവെ പിന്നെ ഇത് ഒരു കിണർ. പൊതുവെ കിണറ്റിൽ നമ്മൾ മനുഷ്യർ ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ വലിയ സംഭവമാക്കി ചെയ്യാറുണ്ട്. അതൊക്കെ പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. പക്ഷേ ഈ കിണറ്റിലേക്ക് പിന്നെ നമ്മുടെ അതിഥി തൊഴിലാളിയായിട്ടുള്ളൊരു സുഹൃത്ത്, ബംഗാളി ഒരു സഹോദരൻ പിന്നെ ഇവിടെ ജോലി ചെയ്യായിരുന്നു അത്ര, ഈ പറമ്പിൽ ക്ലീൻ ചെയ്യുമ്പോൾ പിന്നെ ഈ കിണറ്റിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു കേട്ടോ. അതിൻ്റെ വിഷ്വൽ ഇപ്പോൾ ഞാൻ കാണിക്കാം. അദ്ദേഹം കിണറ്റിലേക്ക് ഇറങ്ങുന്നു, പിന്നെ ഇറങ്ങിയിട്ട് പിന്നെ അതിലൊരു പക്ഷി പിന്നെ ചിറകൊടിഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോൾ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ ഫീൽ ചെയ്ത് പിന്നെ അദ്ദേഹം കിണറ്റിലേക്ക് ഇറങ്ങി എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സംഭവം കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്, ഇതിൻ്റെ അവസാനം വരെ കാണുക. പിന്നെ അത് അദ്ദേഹം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം കുറച്ച് സംഗതികൾ ഉണ്ടാവുന്നു. ഒരു സിമ്പിൾ മെസ്സേജ് ആണെങ്കിലും വലിയ ഒരു സ്നേഹത്തിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ഇതാണ് ഇദ്ദേഹം, പേരെന്തായിരുന്നു? സയ്യിദുൽ ഷെയ്ഖ് ആണ്. വീടെവിടെ? നാട് കൽക്കത്ത. മലയാളം അറിയും? കുറച്ച് അറിയും. എന്തായിരുന്നു ഇവിടെ ജോലി ചെയ്യായിരുന്നു അല്ലേ പറമ്പില്? ജോലി ചെയ്യുമ്പോ വെള്ളം നോക്കിട്ട് പോവാ. അവിടെ ഉണ്ട്. നമ്മള് ബോഡി റെഡിയാക്കി ബോഡി പോയി റെഡിയാക്കി എടുത്തു. എന്നിട്ട് എവിടെ പോയി? ഹോസ്പിറ്റലിൽ പോയി, മൃഗാശുപത്രിയിൽ പോയി. ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. എന്നിട്ട് എന്താ ചെയ്ത്? ഡോക്ടർ എന്താ ചെയ്ത്? ഇത് കട്ടിങ് അടിച്ചോ? ഒക്കെ ശരിയാക്കി. ഓയിൻമെന്റ് ഉണ്ടോ? മരുന്നുണ്ടോ? മരുന്ന് എവിടെ? ഇന്നൊക്കെ കൊടുത്തു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇതൊക്കെ നിങ്ങൾ ഈ സ്നേഹം ഇങ്ങനെ വലിയൊരു മനുഷ്യനാണ്. ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞത് ഇത് നമ്മളിനി ഒരാളെ ഏൽപ്പിക്കാനുണ്ട്. എന്നിട്ട് ബാക്കി ഈ പക്ഷിയെ രക്ഷപ്പെടുത്തിയ അദ്ദേഹം എന്തല്ലോ ഒരു മനുഷ്യൻ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യും അതേപോലെയാണ് ഈ പക്ഷിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. രക്ഷപ്പെടുത്തുന്നു, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നു, അതിന് ട്രീറ്റ്മെൻറ്റ് നൽകുന്നു. ഇനി അത് സേഫായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറണം അദ്ദേഹം പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു നമ്മൾ എപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ, വലിയ മനുഷ്യസ്നേഹികൾ അല്ലെങ്കിൽ പ്രകൃതി സ്നേഹികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മലപ്പുറം കൂട്ടലങ്ങാടിയിൽ നിന്നും പടിഞ്ഞാറ്റുമുറിയിൽ നിന്നും നേരം വേങ്ങര ചേറൂരിലെ മുസ്തഫ സാഹിബ് പ്രകൃതി സ്നേഹിയാണ്. പാമ്പ് പിടുത്തം എക്സ്പീരിയൻസ് ആണ്. ഒപ്പം മുസ്തഫ സാഹിബിൻ്റെ പ്രത്യേകത കാക്കകളെ താൻ വിളിച്ചാൽ ഉടൻ തന്നെ തൻ്റെ കൈകളിലേക്ക് എത്തിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളാണ്. ഇദ്ദേഹം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറുകയാണ് ഇനി ചെയ്യുന്നത്. പിന്നെ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ വന്ന ഉദ്ദേശം പറഞ്ഞുതരാം. ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് മുസ്തഫ സാഹിബ്. പിന്നെ മൃഗസ്നേഹിയാണ്. എവിടെ പാമ്പ് ഉണ്ടെങ്കിലും അതിനെ പിടിച്ച് അവിടെ എത്തും. നമ്മുടെ എൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ പക്ഷെ അതല്ല വിഷയം പറയാം. നമ്മളൊരാൾ സ്റ്റുഡൻ്റ് ഉണ്ട്. ഹായ്, പിന്നെ എന്താ സുഖല്ലേ? വിഷയം പറയും. ഈ അൻവറെ എന്താ നമ്മളിത് അപ്പോൾ കുക്കിനായിട്ട് ഇവിടെ വന്നു, എന്താ സംഭവിച്ചത്? എന്നിട്ട് നമുക്ക് കൈമാറാം. ഇത് സംഭവം ഇന്ന് ഇയാള് ഞങ്ങൾക്കൊരു സ്ഥലമുണ്ട്, അവിടെ ഇന്നത്തെ പണിക്ക് വേണ്ടി വന്ന കാട് വെട്ടുന്ന ആളുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വർക്ക് ഇയാളെ കാട് വെട്ടിയതൊക്കെ തെങ്ങും തൈ തുറന്നിട്ട് അതിലേക്ക് കിട്ടുന്ന സമയത്ത് ഇയാളിത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അവിടെ 2 മണിക്ക് പണി കഴിഞ്ഞ് ഞാൻ ആളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ചപ്പോൾ മൂപ്പര് അവിടെ ഒരു പൊട്ടക്കിണറുണ്ട്. പൊട്ടക്കിണർ പറഞ്ഞാൽ ഫുള്ള് വേസ്റ്റ് ഉണ്ട്, കുപ്പിച്ചില്ലുണ്ട്, പാമ്പൊക്കെ ഉണ്ട്. ഞാൻ ചിലപ്പോൾ അവിടെ കാണാറുണ്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ കാണിച്ചിട്ട് അതിലൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചു തന്നപ്പോൾ ഞാനെന്താ പാമ്പാണെന്ന് ചോദിച്ചു. അല്ല, പാമ്പൊന്നുമല്ല, ഇതാണ് പറഞ്ഞ്. അപ്പോൾ അത് നോർമലി ഞാൻ പറഞ്ഞു കൊക്കല്ല, മാറി പോയിക്കോളുന്നാണ്. അപ്പോൾ പറഞ്ഞു ചിറക് പൊട്ടിയിട്ടുണ്ട് അതിൽ. അപ്പോഴും ഞാൻ ശ്രദ്ധിക്കണേ, അങ്ങനെ ചിറക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ മൂപ്പർക്ക് അതിനോട്ട് പോരാ. ഞാൻ പറഞ്ഞു നമ്മൾ അത് കയറി പോയിക്കോളും, ഭക്ഷണം കഴിക്കണ്ടോ, 2 മണി ആയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടില്ല, നമ്മൾ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞപ്പോൾ മൂപ്പർ അതിനെ വിടുന്നില്ല. അത് എടുക്കാതെ പോരാൻ റെഡിയല്ല. ലാസ്റ്റ് അവിടെ ഒരു വടി ചാരി വെച്ചത് അയിമലൂടെ ഇറങ്ങി ഒക്കെ പോയിട്ട് ഈ ഇതിനെടുത്ത് നേരെ കൊണ്ടുവന്ന് പുറത്ത് വെക്കുന്നതോടെ അത് വീണ്ടും പൊട്ടിപ്പെടുന്ന അയക്കന്നെ വീണു. അതിൽ ഞാൻ പറഞ്ഞു നമ്മൾ അത് പോയില്ല, അതിന് പ്രശ്നമൊന്നുമില്ല, പറക്കാൻ കഴിയുന്നുണ്ട് തോന്നുന്നു. അതില്ലാണ്ട് വീണ്ടും രണ്ടാമത് വീണ്ടും അതിലേക്ക് ഇറങ്ങിയിട്ട് അതിനെ കൊണ്ടുവന്ന് എടുത്ത് നേരെ ഞങ്ങൾ പിന്നെ ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വെറ്ററിനറി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഒടിഞ്ഞ ഭാഗം ഡോക്ടർ കട്ട് ചെയ്ത് നീക്കിയിട്ട് ഓയിൻമെൻ്റ് ഒക്കെ വെച്ച് ഏകദേശം മൂപ്പര് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ. പക്ഷേ ഇപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞു ഇത് പിന്നെ വന നിയമവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണല്ലോ. ബേഡ്സ് ഒക്കെ ആണ്, എല്ലാ ബേഡ്സും നമ്മൾ കീപ്പ് ചെയ്യാനും നമുക്ക് പറ്റൂല. അത് റിക്കവർ ചെയ്യുന്നതോടുകൂടി നമുക്ക് അതിനെ
പിന്നെ പറത്തിവിടുക അല്ലെങ്കിൽ ഇതേപോലുള്ള ആളുകളെ അപ്പൊ അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നത്. ഇദ്ദേഹത്തിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. പാമ്പ് പിടുത്തം മാത്രമല്ല, കാക്കകളെ വിളിച്ചു കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ ഇതുവരെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലേ ഇതല്ലേ? ആ പാറി പോയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വിഷ്വലിൽ ഇപ്പൊ കാണിക്കാം കാക്കകളെ. പിന്നെ വേറെയും കുറെ സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലെ? എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മള് നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ മുസ്തഫ അവിടെ എത്തും. പാമ്പായിക്കോട്ടെ, എന്തെങ്കിലും മൃഗങ്ങളായിക്കോട്ടെ, കിണറ്റിലെ പോലെ പൂച്ച, നായി, അങ്ങനെ എന്ത് വീണ് കഴിഞ്ഞാലും മുസ്തഫാന്റെ സഹായം അവിടെ എത്തും. അപ്പൊ ഇത് ഞങ്ങൾ കൈമാറുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ഫോറസ്റ്റിന് കൈമാറും. സ്ഥിരമായിട്ട് അങ്ങനെ കൊടുക്കുള്ളൂ അല്ലേ? അപ്പൊ നിങ്ങൾ അതിന് സംവിധാനം ഇവിടെ ഉണ്ടാവും. അവിടെ എന്താ കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് മൂർഖനെ പാമ്പ് ഇവിടെ പെട്ടിയിലുണ്ട്. ഇവിടെ ഉണ്ടാ? അപ്പൊ അതാ ഹാൻഡ് ഓവർ ചെയ്യുന്നു. അപ്പൊ അത് കൊടുത്തു. ഇദ്ദേഹത്തിന്റെ പക്ഷെ ഇയാളൊരു ബംഗാളിയാണ്. എന്ത് തോന്നുന്നു? നല്ലൊരു മനസ്സിന്റെ ഒരു ഉടമയാണ്. എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണം ജനങ്ങളെ. ഇതൊരു ജീവി വേറെ ജീവിയാണ് വെച്ചിട്ട് അതിനിട്ട് ഒഴിവാക്കി പോകുന്നിട്ടില്ലല്ലോ. എന്നാലും ഇതിനെ കൊടുന്നല്ല ഇതന്നെ വേണ്ടത്. എല്ലാവരും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. പ്രകൃതി ഇങ്ങനെ നിലക്കും അല്ലേ? മറ്റില്ല നഷ്ടപ്പെട്ടു പോകും. എന്താ മലയാളം അറിയാം. ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് വേണ്ടത്. നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. അല്ലേ? അയാള് ഉപേക്ഷിക്കല്ല, റിസ്ക് എടുത്തു. വിശന്ന് വലഞ്ഞിട്ട് പോലെ അൻവർ മാഷ് പറഞ്ഞ പോലെ ഇറങ്ങി, രണ്ടാമത് ഇറങ്ങി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. കഴിഞ്ഞില്ല, നിങ്ങളടുത്ത് എത്തിച്ചത്. ഓക്കെ, അപ്പൊ കൂട്ട് കിട്ടൂലേ? അടിപൊളി. കമ്പനിക്ക് ആളുണ്ടല്ലോ. കമ്പനിക്ക് ഇതിനിപ്പോ ഫോറസ്റ്റിന് കൈമാറാനുള്ളതാണ്. ഇതിന് ജർഗിന്റെ അവിടെ ഒരു മുറി ഉണ്ട്. ഇതിനെ ഫോറസ്റ്റിന് കൈമാറും. ഇതിലെ പാമ്പുകളുള്ളത് എത്ര ഉണ്ട്? ഇപ്പൊ ഒരു മൂർഖനുണ്ട്. ഫോറസ്റ്റ് പെട്ടെന്ന് നമ്മൾ കൈമാറാണ്. നമ്മളിവിടെ കൊടുന്ന ഒരാളൊരു പെട്ടി മാത്രം. ഇവിടുന്ന് പ്രദർശനം കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ കാണിച്ചൂടെ? കാണിക്കാം. അങ്ങനെ വിരോധമില്ലല്ലോ. അങ്ങനെ കാണിക്കുന്ന എന്താ പ്രശ്നമില്ല. നമ്മൾ നേരെ ഫോറസ്റ്റിന് കൈമാറുന്ന ആളല്ല. സ്ഥിരമായിട്ട് ഇത് കിട്ടിയതാണ്. ഇതിനിപ്പോ ഇനിയിപ്പോ ഫോറസ്റ്റ് നമ്മൾ കൈമാറും. മൂർഖനാണ്. ഇതിപ്പോ നമ്മളെ കൂരാട്ടുന്ന ഇല്ല നമ്മൾ കൂരാട്ടുന്ന ഒരു കോഴിക്കൂട്ടിന്റെ ഉള്ളിൽ നിന്ന് പിടിച്ചോണം. കോഴിക്കൂട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പുറത്തിറങ്ങണ നേരത്തെ ഇത് കണ്ടതാണ്. നമ്മൾ പെട്ടെന്നാകുമ്പോൾ ഫോറസ്റ്റിന് കൈമാറും.